ഇന്ന് ഞാനിവിടെ എഗ് മഞ്ചൂരിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് ഈ മുട്ട ഇനി പൊട്ടിച്ചൊഴിക്കാം. മുട്ടയെല്ലാം ഞാനിവിടെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും, അതായത് ബ്ലാക്ക് പെപ്പർ പൗഡർ, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ മുട്ട നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഞാനിവിടെ ഒരു വിസ്ക് ഉപയോഗിച്ചാണ് ഇതൊന്ന് ഉടച്ചെടുക്കുന്നത്. ഇത് നന്നായിട്ട് ഞാനിവിടെ ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിന്റെ ചെറിയ ബൗളാണ് എടുത്തിരിക്കുന്നത്. സ്റ്റീൽ ബൗൾ ആയാലും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമ്മൾ ആവി കയറ്റി എടുക്കുകയാണ് ചെയ്യുന്നത്. ആവി കയറ്റുന്ന ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ചിട്ട് അതിന് മീതെ മേൽത്തട്ട് വെച്ച ശേഷം വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഈ മേൽത്തട്ടിലേക്ക് വെച്ചു കൊടുക്കാം. വെള്ളം കണ്ടോ, ഇവിടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ടയുടെ കൂട്ട് ഇതിനുള്ളിലേക്ക് വെച്ച ശേഷം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത ശേഷം ഒരു കത്തി എടുത്ത് അവിടെ ഒന്ന് കുത്തി കൊടുക്കാം. ഇത്രയും മതിയാവും. ഇനി ഇത് പാത്രം മൂടിയിട്ട് 20 മിനിറ്റ് ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. ഇതിവിടെ 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം ഈ മുട്ടയുടെ കൂട്ട് പുറത്തേക്ക് എടുക്കാം. കണ്ടോ, മുട്ടയുടെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു കത്തി കൊണ്ട് കുത്തി നോക്കാം. കണ്ടോ, കത്തിയൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വന്നിരിക്കുകയാണ്. മുട്ട ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. മുട്ട ഞാനിവിടെ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ റെഡിയായ മുട്ട ഒരു കട്ടിംഗ് ബോർഡിലേക്ക് മാറ്റാം. ഇനി ഈ മുട്ടയെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്യണം. കണ്ടോ, ഇതുപോലുള്ള പീസാക്കി കട്ട് ചെയ്തെടുക്കണം. ഈ കട്ട് ചെയ്ത പീസിനെ നമുക്ക് ഈ ബൗളിലേക്ക് മാറ്റാം. മുട്ടയെല്ലാം ഞാനിവിടെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വേവിച്ചെടുക്കുന്ന മുട്ടയുടെ ഉൾഭാഗം കണ്ടോ, നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിനുള്ളിലേക്ക് മസാല കയറുമ്പോൾ മസാലയൊക്കെ ഇതിനുള്ളിലേക്ക് നല്ലതുപോലെ പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ മുട്ട ഇതുപോലെ ആവി കയറ്റിയിട്ട് മഞ്ചൂരിയൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ മുട്ട കോട്ട് ചെയ്യാനുള്ള ബാറ്റർ തയ്യാറാക്കാം. വലിയൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡറും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു പേസ്റ്റ് പോലെ കലക്കിയെടുക്കണം. ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കലക്കിയെടുക്കുവാണ്. ഇത് തിളപ്പിച്ച വെള്ളമൊന്നുമല്ല, ഇത് പച്ചവെള്ളമാണ് ഞാനിത് കുഴച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ 1/4 കപ്പ് വെള്ളമാണ് യൂസ് ചെയ്തത്. 1/4 കപ്പ് വെള്ളം കണ്ടോ ബാക്കി വന്നു. അപ്പം നമുക്കിതിന് ഒരു 1/4 കപ്പ് വെള്ളം മതിയാവും. ഇതിവിടെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ പീസസ് ഇട്ട് കൊടുക്കാം. മുട്ട പൊടിഞ്ഞു പോവാതെ ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് 5 മിനിറ്റ് ഇതിന്റെ കോട്ടിംഗ് ഒക്കെ പിടിക്കാനായിട്ട് മാറ്റി വെക്കാം. 5 മിനിറ്റ് മാത്രം ഇങ്ങനെ വെച്ചിരുന്നാൽ മതിയാകും. അത് കഴിഞ്ഞ് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയുടെ കൂട്ട് ഓരോന്ന് ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഞാൻ കട്ട് ചെയ്ത മുട്ടയെല്ലാം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ബാക്കിയിരിക്കുന്ന ഈ മാവ് കളയൊന്നും വേണ്ട. ഇതിനി നമ്മൾ മസാല ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് വേണ്ടി ഉപയോഗിക്കും. അതുകൊണ്ട് ഈ മാവ് കളയരുത്. ഈ മുട്ടയുടെ ഒരു സൈഡ് റെഡി ആകുമ്പോൾ പതുക്കെ ഒന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി മഞ്ചൂരിയൻ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന ഇതേ എണ്ണ തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതിൽ ഒരു 4 ടേബിൾ സ്പൂൺ എണ്ണ വച്ചിട്ട് ബാക്കിയിരിക്കുന്ന എണ്ണ മാറ്റും. എണ്ണ ചൂടായി വരുമ്പോഴേക്ക് ഞാനിവിടെ
ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും, ഒരു വലിയ ഉണ്ട വെളുത്തുള്ളി, അത് ഏകദേശം ഒരു 10-12 വെളുത്തുള്ളി വരും. ഇത് ചെറിയ വെളുത്തുള്ളിയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിവിടെ 1 മിനിറ്റ് ഒന്ന് ഇളക്കിയ ശേഷം ഞാൻ ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയ ശേഷം ഞാനിവിടെ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നെടുകെ കീറിയത് ഇട്ട് ഇളക്കി കൊടുക്കാം. ഇതിവിടെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സോസുകളും പൊടികളും ആഡ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡറും 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും, ഇതിനും ഞാൻ അധികം പുളിയില്ലാത്ത ടൊമാറ്റോ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്കിനി 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1/2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനിയാണ് നമ്മൾ ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നത്. കാരണം ഈ ഉപയോഗിച്ചിരിക്കുന്ന സോസിലെല്ലാം ഉപ്പിൻ്റെ അംശമുണ്ട്. അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് വേണം നമ്മളിത് ഇളക്കിയെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ബാക്കിയിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കിയ ശേഷം ഞാനിവിടെ 1/2 കപ്പ് തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം തന്നെ നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കുകയും വേണം. തിളച്ച വെള്ളം ചേർത്തിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 കളറിലെ ബെൽ പെപ്പേഴ്സ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ, റെഡ്, യെല്ലോ. എല്ലാം ഞാൻ ബെൽ പെപ്പറിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ കിടന്ന് കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും. കണ്ടോ, ഇത്രയും മതിയാവും. ഇനി ഇത് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. എഗ് മഞ്ചൂരിയൻ്റെ കൂടെ കഴിക്കാൻ ഞാൻ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് പാലാടയാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഞാൻ 2 കപ്പ് അരിമാവ് ഒരു ബൗളിലേക്ക് ഇടുവാണ്. ഞാനിവിടെ 3 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്തിട്ട് ഇതുപോലെ പൊടിച്ചെടുത്തതാണ്. ഈ പൊടിച്ച മാവാണ് 2 കപ്പ് ഇടുന്നത്. ഈ മാവ് ഞാൻ വറുത്തിട്ടൊന്നുമില്ല, പച്ചരി വെള്ളത്തിലിട്ടിട്ട് പൊടിച്ചെടുത്ത മാവാണ്. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പൊടി ഇല്ലെങ്കിലും കുഴപ്പമില്ല, പച്ചരി ഡയറക്റ്റ് ഇട്ടും നമുക്ക് തേങ്ങാപ്പാലും കൂട്ടിയിട്ട് അരച്ചെടുക്കാവുന്നതാണ്. ഞാനിവിടെ പൊടിച്ചതുകൊണ്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മാവ് ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഇങ്ങനെ മാവ് ഉണ്ടാക്കി ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ അത്യാവശ്യത്തിന് ഞാൻ എടുത്തിട്ട് അരച്ച് ഉണ്ടാക്കുവാണ് ചെയ്യുന്നത്. അതാവുമ്പോൾ എളുപ്പമുണ്ട് നമുക്ക് പലഹാരം ഉണ്ടാക്കാനായിട്ട്. 2 കപ്പ് അരിമാവ് മതിയാകും. ഇനി ഇതിലേക്ക് ഞാനിവിടെ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇടുവാണ്. അതായത് ഇത് ഞാൻ മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് 1 കപ്പ് എടുത്തിരിക്കുന്നത്. ഇത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ എടുത്തു വെച്ചിരിക്കുന്ന പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 കപ്പ് അരിപ്പൊടിക്ക് ഞാൻ 1 കപ്പ് കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി 2 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ച ശേഷം നമ്മൾ ഇതിൽ വീണ്ടും വെള്ളം ആഡ് ചെയ്യും. ഇതിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗൾ എടുത്തിട്ട് ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇത്രയും കട്ടി പാടില്ല ഈ മാവിന്. വളരെ നേർത്ത വെള്ളമായിരിക്കണം ഇത്. ഞാനിവിടെ വീണ്ടും 3 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഈ 3 കപ്പ് വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ നേർത്ത രീതിയിലായിരിക്കണം ഈ മാവിൻ്റെ സ്ട്രക്ചർ.
ഇനിയും ഇതിലേക്ക് വെള്ളം ചേരും. ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഇതിൽ ചേർക്കുകയാണ്. കണ്ടോ, ഈ ഒരു കൺസിസ്റ്റൻസി മതി. ഓരോ പ്രാവശ്യവും നമ്മൾ പാലാട ചുടുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം കോരി ഒഴിച്ച് ചുടേണ്ടത്. പാലാട ഉണ്ടാക്കേണ്ട പാൻ അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോഴേക്ക് ഈ മാവ് ഓരോ സ്പൂൺ വീതം വീണ്ടും ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. റെഡിയാകുമ്പോൾ ഇത് പാനിൽ നിന്ന് താനെ വിട്ടുവരും. കണ്ടോ, ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്ത് പാലാട ഒഴിക്കുമ്പോഴേക്ക് നമ്മൾ ഈ പാൻ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് വേണം അടുത്ത മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. പാലാട ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇന്ന് ഞാനിവിടെ കരിക്ക് മിൽക്ക് ഷേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഞാൻ കരിക്കും ബൂസ്റ്റും കൂടി ചേർത്തിട്ടാണ് ഈ മിൽക്ക് ഷേക്ക് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ 3 പീസ് കരിക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ സൈസ് കരിക്ക് വേണം നമ്മൾ ഈ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഈ മിൽക്ക് ഞാൻ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിരിക്കുന്ന മിൽക്കാണ്. പിന്നെ ഇതിലേക്ക് വേണ്ടി 2 ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് കുതിർത്തതും വേണം, 1/4 കപ്പ് ബൂസ്റ്റും വേണം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും വേണം. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നു നോക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഈ കരിക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. അരച്ചെടുക്കാനുള്ള സൗകര്യത്തിനാണ് കരിക്ക് ഇവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്താൽ മതി. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുവാണ്. ഇനി ഇത് 1/2 കപ്പ് മിൽക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് അരഞ്ഞ ശേഷം മാത്രമേ ബാക്കി പാലും ബൂസ്റ്റും നമ്മൾ ഇതിലേക്ക് ചേർക്കത്തുള്ളൂ. ഇതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയിരിക്കുന്ന പാലും ബൂസ്റ്റും കൂടി ഇട്ട് അടിച്ചെടുക്കാം. ബൂസ്റ്റ് ഞാനിവിടെ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ അടിച്ചെടുക്കാം. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് സെർവ് ചെയ്യാം. ഗ്ലാസ് എടുത്തിട്ട് ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ ബേസിൽ സീഡ് കുതിർത്തത് ഇട്ട് കൊടുക്കാം. ഇനി അടിച്ചു വെച്ചിരിക്കുന്ന കരിക്ക് ഷേക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിനു മുകളിൽ കുറച്ച് ബേസിൽ സീഡും കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ളൊരു ഷേക്കാണിത്. ഇതിലേക്ക് ഇനി 2 ഐസ് ക്യൂബും കൂടി ഇട്ട് കൊടുക്കാം. കരിക്ക് മിൽക്ക് ഷേക്കും ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇഫ്താർ ഡിന്നർ മീലായി ഞാനിവിടെ എഗ് മഞ്ചൂരിയനും പാലാടയും കരിക്ക് മിൽക്ക് ഷേക്കും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെല്ലാം വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.